ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ വാർത്തകളൊക്കെ കണ്ട് കേട്ട് മടുത്ത് ആ ഒരു ഷോക്കിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടി ആയിരിക്കും നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വ്ലോഗിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം കുടിക്കാൻ തിളപ്പിച്ച വെള്ളം ചൂട് നാറി കഴിഞ്ഞപ്പോൾ ജഗ്ഗിലേക്ക് മാറ്റി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ദിവസവും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഓക്കെ, പഠിക്കുവാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാനായിട്ട് 2 ദിവസം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാർത്ത കേട്ടതിൻ്റെ ആ ഒരു ഇതിലാണ് വീഡിയോ ഡിലേ ആക്കിയത്. നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോ ഇടാൻ പറ്റുന്ന മൂഡിലോ അല്ലെങ്കിൽ അത് വീഡിയോ ഇടുന്നതോ ശരിയല്ല, അതുകൊണ്ടാണ് കേട്ടോ 2 ദിവസം ഡിലേ ആക്കിയത്. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കഞ്ഞി, ചെറുപയർ കറി, അതുപോലെ മാങ്ങ ചമ്മന്തി, പപ്പടം. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. എപ്പോഴും നമ്മൾ നോൺ വെജോ അങ്ങനെ കറികളൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും വല്ലപ്പോഴും ഒക്കെ കഞ്ഞിയും പയറും ഒക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കഞ്ഞിയും പയറും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പയർ കറി വെക്കാനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഏകദേശം 1.5 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ, ഒരു 1/4 കപ്പ് ചെറുപയറുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ട് അതിന് ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ വിസിലെന്ന് പറയുമ്പോൾ ഒരു 5-6 വിസിലൊക്കെ അടിക്കണം, അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ചിലർക്ക് പയർ കറിയായിട്ട് എടുക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് തോരനായിട്ട് എടുക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ തോരനായിട്ടാണെങ്കിൽ വിസിൽ കുറച്ച് എടുത്താൽ മതിയായിരിക്കും. ഇങ്ങനെ ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ തോരൻ എടുക്കുമ്പോൾ കുഴഞ്ഞു പോകും. എനിക്കിപ്പോൾ പയർ കറിയാക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 വിസിൽ 7 വിസിലൊക്കെ ഞാൻ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഇന്ന് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 കൊച്ചുള്ളി, ഒരു പച്ചമുളക്, ഒരു വറ്റൽമുളക്, ചൂടാക്കിയ വറ്റൽമുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി, ചെറിയൊരു ഇഞ്ചിയുടെ പീസ്. അപ്പോൾ ആദ്യം മാങ്ങയും വറ്റൽമുളക്, പച്ചമുളക്, കൊച്ചുള്ളി, ഇഞ്ചി ഇത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ചുട്ട വറ്റൽമുളകാണ് കേട്ടോ. ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിരിച്ചും മറിച്ചും എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അത് നന്നായിട്ടൊന്ന് അരച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മാങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ പകുതി തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് വിപ്പ് ചെയ്ത് അരച്ചെടുക്കുക. അതിനുശേഷം ബാക്കി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്നിച്ചാകുമ്പോഴത്തേക്കും അരഞ്ഞ് കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഇത് പല രീതിയിൽ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അതിലൊരു രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ഒഴിവാക്കി ഉണ്ടാക്കാം, വെളുത്തുള്ളി ഇട്ടുണ്ടാക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് ചമ്മന്തിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. വിസിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാൻ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, 2 കൊച്ചുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആ അരച്ചെടുത്ത പേസ്റ്റ് നമുക്കിനിയിപ്പം ഈ ഒരു പയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പയർ കറിയായിട്ട് എടുക്കുമ്പോൾ നമുക്കിത് പുട്ടിനൊക്കെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ പുട്ടിന് പയർ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ആ തേങ്ങയുടെ അരപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറുന്നിടം വരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒരു 5-6 മിനിറ്റ്. എന്നിട്ട് അതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും ഇത് 3ഉം കൂടെ ഒന്ന് കടുക് വറുത്തിട്ട് ലാസ്റ്റ് ഈ ഒരു പയർ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയർ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിസിൽ അടുപ്പിച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അത് തോരനാക്കി എടുക്കാവുന്നതാണ്. തേങ്ങ പേസ്റ്റായിട്ട് അരയ്ക്കാതെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ തോരനാക്കി എടുക്കുക. അങ്ങനെ പയർ കറി റെഡിയായി കഴിഞ്ഞ് ഇനിയിപ്പം പപ്പടം കൂടെ കാച്ചിയാൽ മതി. കഞ്ഞി ഞാൻ ആദ്യമേ തന്നെ വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം കഞ്ഞി വെക്കുന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കഞ്ഞി ആദ്യമേ ഞാൻ വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ കഞ്ഞി, പയർ കറി, ചെറുപയർ കറി, പപ്പടം, ചമ്മന്തി. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വളരെയധികം വേദനയോടെയാണ് ഡോക്ടർ വന്ദനയുടെ മരണവാർത്ത നമ്മൾ ഓരോരുത്തരും കേട്ടത്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചൊരു പെൺകുട്ടി എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർത്തു എന്ന് വേണം പറയാനായിട്ട്. ആ മാതാപിതാക്കൾക്ക് നഷ്ടമായത് അവരുടെ ഏക മകളെയാണ്. എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത്? ഇതിൽ എന്ത് ന്യായമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? ഒരു ഡോക്ടർ ആവാനായിട്ട് ആ കുട്ടി എത്ര കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചതായിരിക്കും, എന്തുമാത്രം സ്വപ്നങ്ങൾ നെയ്തെടുത്തതായിരിക്കും. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടൊരു ദുഷ്ടനില്ലാതാക്കി. അതും നിയമം നടപ്പിലാക്കാൻ അധികാരമുള്ളവർ കണ്ടു നിൽക്കെ. ഇങ്ങനെയാണെങ്കിൽ ആർക്കും ആരെയും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ്. ഇതൊരു ഡോക്ടർ വന്ദനയിൽ തീരേണ്ടതല്ല. ഇന്നൊരു ഡോക്ടറാണെങ്കിൽ നാളെ വേറൊരാൾ. അത് ഞാനോ നിങ്ങളോ ആരുമാകാം. അതിപ്പോൾ ഡോക്ടറോ ടീച്ചറോ പോലീസോ ഒരു കൂലിപ്പണിക്കാരനോ അങ്ങനെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അത് ആർക്കുമാകാം. അതിന് കാരണം നമ്മുടെ നിയമം അത്രത്തോളം അധപ്പതിച്ചത് കൊണ്ടാണ്. കുറ്റം ചെയ്യാനായിട്ട് തുനിയുമ്പോൾ ശിക്ഷയോർത്ത് പിന്മാറണം. അത്തരം നിയമം നടപ്പിലാക്കാൻ കഴിയാത്തിടത്തോളം ഇനിയും ഒരുപാട് ജീവനുകൾ പൊലിയും. നഷ്ടമാകുന്നത് അവരുടെ അച്ഛനും അമ്മയ്ക്കും കൂടപ്പറപ്പുകൾക്കും മാത്രം. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യും, ഞാനടക്കം. പിന്നെ പുതിയൊരു വാർത്ത വരുമ്പോഴത്തേക്കും ഇത് മറക്കും. ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. ബോട്ട് അപകടം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഡോക്ടർ വന്ദനയുടെ മരണം നടന്നപ്പോൾ പെട്ടെന്ന് അത് വിട്ടിട്ട് ഇതിലേക്ക് മാറി. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് ആ വീട്ടുകാർക്ക് മാത്രമായിരിക്കും. ആ പോലീസുകാർ അവനെ ഇത്ര നിരുത്തരവാദിത്തമായി കൈകാര്യം ചെയ്യരുതായിരുന്നു. ഒരു വിലങ്ങ് വെച്ച് അയാളെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് ഇന്നൊരു ജീവൻ ഇങ്ങനെ നഷ്ടമാവില്ലായിരുന്നു. മുഴുവൻ ദൃക്സാക്ഷികളും നോക്കി നിൽക്കി കൊലപാതകം നടത്തിയ ഒരു പ്രതിയെ എല്ലാ തെളിവുകളോടും കൂടെ ഹാജരാക്കിയാൽ പിറ്റേന്ന് തന്നെ തൂക്കിലേറ്റിക്കൂടെ? പോലീസുകാരനോട് വെടിവെച്ചുകൂടായിരുന്നോ എന്ന് കോടതി ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ സാധാരണക്കാർക്കും തോന്നിയൊരു സംശയം തന്നെയാണിത്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതിൽ എന്തിനി ചെയ്യാൻ പറ്റും, ഈ വിഷയത്തിൽ എന്ത് പരിഹാരമാണ് നമുക്ക് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ കഴിയുക എന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇനിയൊരു ജീവനും ഇതുപോലെ പൊലിയാൻ ഇടയാവാതിരിക്കട്ടെ. പ്രിയ ഡോക്ടർ വന്ദന ദാസിന് ആദരാഞ്ജലികൾ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കിച്ചണും ആ പരിസരങ്ങളും ഒക്കെ ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജോലികളെല്ലാം തീരും. ജോലി ചെയ്യണോ? പഠിക്കാൻ ബാ. അത് പഠിക്കാന്ന് പറയുമ്പോഴേ തുടങ്ങും കരയാനല്ലേ. ബാ പഠിക്കാം. വാ വാ ABCD പഠിക്കാം. വാ വാ വാ. പഠിക്കാൻ കൊണ്ടുപോയി പോയി പഠിക്കാം. വാ വാ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ. ആ വടി എടുത്ത് ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാം. കുട്ടികളായിട്ട് പോയി പഠിക്കും. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി അമ്പലത്തിൽ പോയിട്ട്. അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങ് നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകാമെന്ന് ഓർത്തിട്ട് വൈകുന്നേരം എല്ലാവരും റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ജാലഹള്ളി അയ്യപ്പ ടെമ്പിളിലാണ്. നമ്മൾ മിക്കപ്പോഴും അമ്പലത്തിൽ പോകണമെന്ന് തോന്നുന്ന സമയത്ത് ഈ ഒരു അമ്പലത്തിലാണ് കേട്ടോ പോവാറ്. നമുക്ക് നാട്ടിലെ അമ്പലത്തിലൊക്കെ പോയ ആ ഒരു ഫീല് കിട്ടും ഈ ഒരു അയ്യപ്പ ടെമ്പിളിൽ പോയി കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കൂടി ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും മനസ്സിന് ശരിക്കും ഒരു ആശ്വാസം കിട്ടാറുണ്ട്. അപ്പം മേടിച്ചു തരാം. ഓക്കെ പറ അപ്പയുടെ. ഓക്കെ
അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അമ്പലത്തിൽ പോയി നന്നായിട്ട് തൊഴാൻ പറ്റി, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. സാധാരണ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്. ഇന്ന് തിരക്ക് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴുതൊക്കെ പോരാനായിട്ട് പറ്റി. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.